എന്റെ അമ്മോ നിങ്ങൾ മറക്ക ഇവരെന്താ വൈബ് വൈബ് ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈബ് സോൺ. പുതിയൊരു വ്ളോഗാണ്, പുതിയൊരു ദിവസമാണ്, പുതിയൊരു മൈൻഡ് സെറ്റ് ആണ്. ഹാപ്പി ആയിട്ട് ഇരുന്ന് കാണാം. ഞാൻ ഇപ്പൊ ഫോണിലാണ് ലൈറ്റ് അടിക്കുന്നത് കേട്ടാ. ബേസിലോട്ടുണ്ട്, ശ്രീഹരി ഉണ്ട്. നമ്മളിപ്പോ ബോക്സിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. ബോക്സിങ്ങിന് പോയിട്ടൊന്നും എടുത്തില്ല, കാരണം ഇന്ന് നമ്മൾ സാധാരണ പഠിപ്പിക്കുന്ന ആളല്ല പഠിപ്പിച്ചത്, വേറൊരാളാണ്. പുള്ളിക്ക് ഈ വീഡിയോയിൽ എടുക്കുമ്പോൾ ചിലപ്പോൾ കലിപ്പാവും. കുറച്ച് വയസ്സായ പുള്ളിയാണ്. അപ്പോൾ പുള്ളി പക്ക വരിക, പണിയെടുക്കാൻ പോവുക, അങ്ങനത്തെ ഒരു മൈൻഡാണ്. പക്ഷെ പുള്ളിയോട് കൂടി ചെയ്തപ്പോൾ നൈസായിട്ട് ഏറ്റല്ലേ ബ്രോ. നല്ല നല്ല കിടിലം വർക്കൗട്ട് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. നിങ്ങൾ ബോക്സിങ് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സുഖം. അതെ, വീട്ടിൽ ചെയ്താലും മതി. പക്ഷെ നമ്മൾ ആ ബോഡി രാവിലെ തന്നെ എഴുന്നേറ്റ് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ, ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കി നമ്മൾ ആ ഒരു അരമണിക്കൂർ പണിയെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, വേറെ കിട്ടില്ല. പിന്നെ ചിലപ്പോൾ നിങ്ങൾ ഒരു മോർണിംഗ് പേഴ്സൺ നല്ലതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് വൈകുന്നേരം വർക്കൗട്ട് ചെയ്യാനായിരിക്കും ഇഷ്ടം. എന്നാലും ചെയ്യാം. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ വീട്ടിൽ പോകണം, ഒന്ന് റെഡി ആവണം, ഫുഡൊക്കെ കഴിക്കണം, ജോലിക്ക് പോകണം. പിന്നെ വെള്ളിയാഴ്ച അല്ലേ മച്ചാനെ, വൈകുന്നേരത്തെ റെഡി. ഓക്കെ, അവിടെ പുള്ളി എപ്പോ വരും? ഇന്ന് പോകുന്നുണ്ടോ? ഉറപ്പിച്ചാ? അറിയില്ല, ജോലി കഴിഞ്ഞ് മൂഡ് അനുസരിച്ച് നമുക്ക് നോക്കാം, നോക്കി ചെയ്യാം. വൈകുന്നേരത്തെ സമയം പോലെ നമുക്ക് നോക്കി ചെയ്യാം. ഓക്കെ. Later that same evening. ജോലിക്ക് പോവാണ്, സൺസ്ക്രീൻ ഇടുന്നു, അമ്പലത്തിൽ പോയി വന്ന പോലെ. ഇപ്പൊ എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് ഇടുന്നുണ്ട്, രാവിലെയും ഉച്ച കഴിഞ്ഞിട്ടും കറക്റ്റായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. മാറ്റമുണ്ടോ വെച്ച് കഴിഞ്ഞാൽ മാറ്റമൊന്നുമില്ല അല്ലേ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഹെവി പണി ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. 2-3 മാസം കൂടി പണി കിട്ടി കഴിഞ്ഞാൽ സെറ്റാണ്. എന്നിട്ട് ഞാൻ ചിന്തിക്കുന്നത് നാട്ടിൽ വരാനാണ്. അത് ഈ ഒരു പണി ലേ ഓഫ് ആയി കഴിഞ്ഞിട്ട് നാട്ടിൽ വരണം, അതാണ് എൻ്റെ ആഗ്രഹം. നോക്കാം നമുക്ക്. ഞാൻ ശ്രീഹരി ചിലപ്പം നാട്ടിൽ പോകും മച്ചാനെ, ഒരുമിച്ച് പിന്നെ സെപ്റ്റംബർ നവംബർ ആ ഒരു ടൈമില്ലേ, എന്താ പറയുക, ഇയർ എൻഡ് ആകുമ്പോൾ. അപ്പോൾ പോയി കഴിഞ്ഞാൽ കുറേ ഉത്സവങ്ങളും പള്ളിപ്പെരുന്നാളും മറ്റേ എന്താ പറയുക ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം പൊളിച്ചിട്ട് വരാം നാട്ടിൽ. സ്ട്രെസ് ഫ്രീ ആയിട്ട് വരാം നാട്ടിൽ പോയിട്ട് വന്നാൽ. യാത്രയെല്ലാം ചെയ്തിട്ട് ഇങ്ങനെ വരാം. വേറെ നിങ്ങൾക്ക് പറയാനല്ല, ഒന്നും പറയാനുണ്ടോ? വേറെ പറയാനല്ല. സൺസ്ക്രീൻ തീർന്നില്ലേ? തിന്നല്ല ഞാൻ. ഓക്കെ. ഞാൻ കുറച്ച് നേരത്തെ ഇൻസ്റ്റഗ്രാമിൽ ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിലത്തെ ക്വസ്റ്റ്യൻസ് കുറച്ച് ആൻസർ ചെയ്യാം. റെഡി അല്ലേ? ഈദ് മുബാറക് ബ്രോ. ഈദ് മുബാറക്. എല്ലാവർക്കും ഈദ് മുബാറക്. ഇത് വരുന്ന ഈദിൻ്റെ ദിവസമാണെന്ന് തോന്നുന്നു. ഞായറാഴ്ച വരുന്ന വ്ളോഗല്ലേ ഇത്? ഈദ് മുബാറക്. ഈദ് മുബാറക് ബ്രോ. ആർ യു ലെഫ്റ്റ് ഫുട്ടഡ്? ഞാൻ ലെഫ്റ്റ് ഫുട്ടഡ് അല്ല, പക്ഷേ എൻ്റെ ലെഫ്റ്റ് ഫുട്ടും റൈറ്റ് ഫുട്ടും ഏകദേശം ഒരേപോലെയാണ്. ഞാൻ ലെഫ്റ്റ് ഫുട്ടും കൊണ്ട് അടിച്ച് ഗോൾ കാണാം. ഞാൻ എപ്പോഴും വെക്കാം. കണ്ടിട്ടു. ഹൗ വാസ് ലൈഫ് ഇൻ ദ യൂത്ത്? സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് നാളും കൂടി നാട്ടിൽ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ അമേരിക്കയിലേക്ക് വന്നു. ഞാൻ ഫസ്റ്റിൽ പഠിക്കുമ്പോൾ അമേരിക്കയിൽ വന്നത്, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏട്ടൻ വന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു ടൈം പെർഫെക്റ്റ് ടൈമാണ് അമേരിക്കയിലേക്ക് വരാൻ. എന്താ വെച്ചാൽ നാട്ടിലും കുറച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, ഇവിടെ വന്നിട്ട് ഇവിടെയും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കങ്ങനെ നാട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. ചൈൽഡ്ഹുഡ് പക്ഷേ മോശമൊന്നും ഉണ്ടായില്ല, കുറച്ചും കൂടി ഫണ്ണായിരുന്നു. നാട്ടിൽ കുറച്ചാളും കൂടി ഉണ്ടായിരുന്നു. ഡ്രീം കാർ. എൻ്റെ ഡ്രീം കാറ് സത്യം പറഞ്ഞാൽ എല്ലാ ആഴ്ചയും മാറിക്കൊണ്ടിരിക്കും. ഇപ്പം കറൻ്റ്ലി എൻ്റെ ഡ്രീം കാറ് പോർഷ് GT3 RS. മാൻ, അതും മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പം ആസ് ഓഫ് റൈറ്റ് നൗ അതാണ് എൻ്റെ ഡ്രീം കാർ. ഗെയിംസ് കളിക്കാറുണ്ടോ? ഗെയിംസ് ഞാൻ എപ്പോഴും ഗെയിം അഡിക്റ്റ് ആയിരുന്നു ഞാൻ. പക്ഷെ ഇപ്പം ഗെയിം ഒന്നും കളിക്കില്ല. ഇപ്പോൾ ഫുൾ എഡിറ്റിംഗ് പരിപാടിയാണ്, ഗെയിമൊന്നും കളിക്കാൻ സമയം കിട്ടില്ല. എനി ന്യൂ മോഡൽസ് ഓൺ വൈബ് സോൺസ് ഔട്ട്ഫിറ്റ്സ്? ഗൈസ്, പുതിയ ക്ലോത്തിങ് മോഡൽസ് വരുന്നുണ്ട്, അത് ഉടനെ തന്നെ ഇറങ്ങുന്നതായിരിക്കും കേട്ടോ. ന്യൂ കാർ എടുക്കുന്നുണ്ടോ? ന്യൂ കാർ ഞാൻ കഴിഞ്ഞ Q&Aയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ് 500K യൂട്യൂബിലെത്തിയാൽ പുതിയ കാർ എടുത്തിരുന്നു. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യും. വിച്ച് വുഡ് യു ജോ ലൈൻ വർക്കൗട്ടാണ്. ഇത് വർക്കൗട്ടൊന്നും ചെയ്യില്ല, ഞാൻ മെലിഞ്ഞുകൊണ്ട് തന്നെ ജോ ലൈൻ വൃത്തി കാണുന്നതാണ്. വാട്ട്സ് യുവർ ഫുട്ബോൾ പൊസിഷൻ? എൻ്റെ പൊസിഷൻ ലെഫ്റ്റ് വിങ്ങർ.
റൈറ്റ് വിങ്ങും കളിക്കും സ്ട്രൈക്കറും കളിക്കും. പക്ഷെ മെയിൻ പൊസിഷൻ ലെഫ്റ്റ് വിങ്ങർ. ഫുൾ ഹെയർ ബ്ലോണ്ട് ആക്കി. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഫുട്ബോൾ ടീം പ്ലേ ഓഫ്സിന് പോകുന്നതുകൊണ്ട് ആക്കിയതാണ്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ അലമ്പാണ്. അതുകൊണ്ട് ഞാൻ എടുത്താണ്. ഡോഡ്ജ് മോഡിഫിക്കേഷൻ നെക്സ്റ്റ് ഐഡിയ അതർ ദാൻ ഫ്രണ്ട് ബമ്പർ ലിപ്പ്. ഫ്രണ്ട് ബമ്പർ ലിപ്പ് വെക്കാൻ പ്ലാൻ ഉണ്ട്. പിന്നെ സൈഡ് സ്കേർട്സ് മെല്ലെ വെക്കാൻ പ്ലാൻ ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബാക്കത്തെ ഒരു ചെറിയൊരു സ്പോയിലർ, വിക്കർ ബിൽ എന്ന് പറയും, അത് വെക്കാനും പ്ലാൻ ഉണ്ട്. അത് ഉടനെ തന്നെ ഉണ്ടാവും. മിക്കവാറും ഇന്നോ നാളെയായിട്ട് ഓർഡർ ചെയ്യും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഫോർ മോഡിഫിക്കേഷൻ വ്ളോഗ്സ്. ഏട്ടനും നീയും അടി കൂടലുണ്ടോ? നമ്മൾ ഇതുവരെ അങ്ങനെ അടി കൂടിയിട്ടൊന്നുമില്ല. ചെറുപ്പത്തിലായാലും അങ്ങനെ അടി കൂടല്ല. എനിക്ക് അടി കിട്ടലുണ്ട്, പക്ഷെ അടി കൂടാൻ പോലില്ല. 7 വയസ്സിന്റെ വ്യത്യാസമില്ല. അപ്പം ഏട്ടനായിട്ട് അടി വെക്കാൻ എനിക്ക് പറ്റൂല. അത് ഭയങ്കര പ്രായമുള്ള ഒരു ജീവിയാണത്. ലഞ്ച് ടൈമായി. മറ്റേ ബീജിയം, മറ്റേ വാസോണ്ണന്റെ ബീജിയം. നമ്മൾ ഇന്ന് സബ്വേ അല്ല കഴിക്കുന്നത് കേട്ടോ. നമ്മളിന്ന് ചിപ്പോട്ടിലെ വെറൈറ്റി. അതിന്റെ കൂടെ ടോപ്പച്ചൊക്കെ ഉണ്ട്. ടോപ്പച്ചൊക്കെ ഒരു 2-3 ദിവസമായില്ലേ മിസ്സായിട്ട് അല്ലേ? അപ്പൊ ടോപ്പച്ചിക്കോ വാങ്ങുന്നുണ്ട്. അതിന്റെ കൂടെ എക്സ്ട്രാ പ്രോട്ടീൻ ചിക്കൻ ഇട്ടിട്ട് ടോട്ടൽ 85 gram പ്രോട്ടീൻ. ബീഫിനാ അല്ലല്ല ചിക്കൻ. 85 grams പ്രോട്ടീൻ ഒരു ഇതിൽ നിന്ന് കിട്ടും നമുക്ക്. എനിക്ക് ഏകദേശം വേണ്ട ഒരു 140-150 gram പ്രോട്ടീൻ ഒരു ദിവസം വേണം. നമുക്കത് എത്താറില്ല. പക്ഷെ എത്ര വേണം? 190. ഓഹോ, ജങ്കാർ പോലത്തെ മനുഷ്യൻ. ഒരു ദിവസം ഒരു പശു ഒരു ഒട്ടാകും. ഓരോ ദിവസം ഓരോ പശു, ഒരു ഇളം പോത്ത്. ഫുള്ള് സെറ്റാ. എനിക്ക് അത്ര വേണ്ട. എനിക്കൊരു ആടിനൊക്കെ മതി. സെറ്റാ ഞാൻ. നമുക്കൊരു ദിവസം പോകൊട്ടിച്ചാവോ അങ്ങനെ ഉണ്ടല്ലോ. ഹ്യൂസ്റ്റണിലെ മറ്റേ പൊട്ടിച്ചാവല പോകൊട്ടിച്ചാവോ. അത് ബ്രസീലിയൻ സ്റ്റേക്ക് ഹൗസാ. അത് എന്താ പേര്? പൊകോട്ടിച്ചാവുക. അയ്യാ നമുക്ക് ചിക്കൻ 65 നമുക്ക് ഒരിക്കൽ പോണം. എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഒരിക്കൽ പോയി. മറ്റേ സാൽമൺ ഒക്കെ ഇല്ലേ, സാൽമൺ ഇതൊക്കെ. സാൽമൺ മത്തിയല്ലേ? ഇത് മത്തിയല്ലേ? സാൽമൺ മത്തിയല്ലേ? സാർഡീനല്ലേ മത്തി? നോക്കട്ടെ സാൽമൺ നോക്കട്ടെ. സാൽമൺ മറ്റേ ഓ ശരിയാ, മത്തിയല്ലട്ടാ. ഞാൻ സീ ഫുഡ് കഴിക്കാറില്ല. എനിക്ക് സീ ഫുഡ് ഇഷ്ടമല്ല. മച്ചാ മത്തിയത് സാൽമൺ. സാൽമൺ മത്തി. ഈ മത്തി ഇങ്ങനെയാണ് ഉണ്ടാവാ. പിന്നെ മത്തി വീണ്ടും ഇങ്ങനെയല്ലേ? ഐഡന്റിക്കൽ ട്വിൻസ് ആണ്. സാർഡീന. SAR. വീണ്ടും തലക്കൊലി ചപ്പാന്നി. അതാണോ രണ്ട് കോയെ? അപ്പൊ 2 മത്തിയോ? അതൊന്നും അങ്ങനെ. സാൽമൺ ഇൻ മലയാളം. നോക്കട്ടെ സാൽമൺ ഇൻ മലയാളം. അത് മലയാളത്തിൽ എഴുതിയിട്ട് സാൽമൺ തന്നെ. ഷാർക്കിന് സ്രാവ്, ടൂണ ചൂര. എടാ അറിയുന്ന ഒരു കമന്റ് ഇടും. എനിക്ക് പറ്റില്ല. കണ്ടിന്യൂ. അവിടെ പോണം. ഓക്കെ. പക്ഷേങ്കില് പ്രിപ്പയർ ചെയ്യണം ഞാൻ നിന്നെ. ഓക്കെ, $150 ആവും. $150 ആവും. അപ്പൊ നിങ്ങൾ എപ്പോഴും എത്ര ആൾക്കാരാ പോണേ? ഞാനില്ല. ഓക്കെ. ഞാൻ ഒരിക്കൽ പോയതാ. എന്റെ വൈഫ് പറഞ്ഞു നമുക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. കാരണം ഞാനെപ്പോഴും മറ്റേ മെക്ഡോണൾസും മറ്റേ $5 ഡോളർ മെന്യാണ് അത് പറയുന്ന ഒരു മടിയില്ല. പറയാൻ എന്ത് മടി? അതെ, പച്ചയായ സത്യം മാത്രം. ഞാൻ പോയി കിടിലൻ സാധനം, കിടിലും ഓൾ യു കേറ്റാ എല്ലാം പോയി എടുക്കാം. $150 മറ്റേ ബഫ പോലത്തെ പരിപാടി. അല്ല, 100 സംതിങ് ആയിരുന്നു അത്. എനിക്കറിയില്ല അത്. ആ സാധനം പോയി എടുത്തു. ഞാൻ എല്ലാം എടുത്ത് സെറ്റായി. പിന്നെ വൈൻ, അതിലാണ് ഞാൻ പെട്ടത്. ഒരു വൈൻ ഒരു ഇത്തിരിയുള്ള ഗ്ലാസ് കൊണ്ടുവരും. ഞാൻ കുടിച്ച് അടിപൊളിയായിരുന്നു. എന്റെ വൈഫിന് ഒന്ന് പറഞ്ഞു കൊള്ളാലോ, ഒരു ബോട്ടിൽ കൂടെ പോയിട്ട് ബോട്ടിലിന് ഒരു ബോട്ടിൽ $100. ശരി, അവിടെയാണ് പോയത്. ഒഴിച്ചിരുന്നാണോ? ആദ്യം ഒഴിച്ചതിന് വേണ്ടി നമ്മള് സ്മെല് ചെയ്യണം, ഈ മണക്കൊക്കെ. എന്റെ ഭാര്യ ആയോണ്ടില്ല. ഓക്കെ, ഞാനൊക്കെ ചെയ്യണ്ട അറിയാം. ബ്രോ വൈൻ മടക്കലേ നല്ല വലിയ പ്രീമിയം ആൾക്കാർക്ക് പറഞ്ഞില്ല. നമ്മളിപ്പോ പ്രീമിയം ആയിട്ടല്ലോ, നമ്മൾ പ്രീമിയത്തിലേക്ക് പോവല്ലേ അല്ലേ? അതെ, അവിടെ എത്തുമ്പോ പഠിക്കാം. യൂട്യൂബ് നോക്കിട്ട് ഇന്നലെ നൈഫ് ഫോർക്ക് ഉപയോഗിക്കാൻ പഠിച്ചത്. ഞാൻ വീട്ടിൽ നിന്ന് അമ്മ മത്തി പൊരിച്ചവരെ ഞാൻ കഴിക്കില്ല. സാൽമൺ മത്തി അല്ല ആയിരിക്കല്ലേ, അതുകൊണ്ട് തന്നെ ഈ ട്രോള് സാൽമൺ മത്തി അല്ല ബ്രോ, സാൽമൺ മത്തി അല്ല. എനിക്കറിയാം. ആസ് യൂഷ്വൽ ഇത് മിനറൽ വാട്ടർ ആണ് കേട്ടോ. ഇത് ഡെയിലി കുടിക്കുന്നത് മോശം എന്തുണ്ടായിരിക്കും പറയുന്നത്? ആരാ പറഞ്ഞത്? വെള്ളം കുടിക്കാൻ പറ്റില്ലേ? അത് ശരി.
ഇതുണ്ടോ ചിക്കൻ കാണിച്ചാ നിങ്ങൾ എടുത്ത് കഴിക്കേ. ടോക്ക് അബൌട്ട് യുവർ സ്കൂൾ പീരീഡ് ആൻഡ് ടൈമാ. നമ്മൾ സ്കൂളിൽ എന്ന് വെച്ചാൽ ക്ലാസ് തുടങ്ങുന്നത് 7:15 ക്ലാസ് തുടങ്ങിയിട്ട് 2:30 ക്ലാസ് തീരും. 8 പീരീഡ് ഉണ്ട്. 8 പീരീഡ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ്, സയൻസ്, മാത്ത്, ഫുട്ബോള്, ഹിസ്റ്ററി, ആർട്ട്, ഇയർ ബുക്ക് എന്ന് പറഞ്ഞ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ക്യാമറ, ഫോട്ടോ, എഡിറ്റിംഗ് അങ്ങനത്തെ ഒക്കെ പരിപാടി പഠിപ്പിക്കുന്ന. പിന്നെ ബിസിനസ് ക്ലാസ്സും. ഇതാണ് 8 പീരീഡ്സ്. ഇതെല്ലാം ഓരോ ക്ലാസ്സും ഒരു 3/4 മണിക്കൂറുണ്ടാവും. നാട്ടിലെ പോലെ നമ്മളൊരു ക്ലാസ്സിൽ നിന്നിട്ട് ടീച്ചർ മാറുമല്ല ഇവിടെ ചെയ്ത്. ഇവിടെ ടീച്ചർ ഒരു ക്ലാസ്സിലേക്കും നമ്മൾ വേറെ ക്ലാസ്സിലോട്ട് പോകണം. മനസ്സിലായ? യുവർ ഫേവറേറ്റ് മൂവി ഓർ സീരീസ്? ഞാൻ സീരീസും സിനിമയും അങ്ങനെ കാണില്ല. പക്ഷേ ഫേവറേറ്റ് മൂവി എന്ന് പറയാനാണെങ്കിൽ CID മൂസ, പറക്കും തളിക, റൺവേ, സ്പീഡ്, കുറേ സിനിമയുണ്ട്. അതിൽ ഫേവറേറ്റ് എന്ന് പറയാൻ അങ്ങനെ ചൂസ് ചെയ്യാനൊന്നും പറ്റില്ല. AC മിലാൻ ഓർ ഇന്റർ മിലാൻ? പ്രൈം AC മിലാൻ, ഇപ്പം ഇന്റർ മിലാൻ. ബാർസലോണ ഓർ റിയൽ മാഡ്രിഡ്? ഗൈസ് വിസ്ക ബാർസ. ബ്രോ VC ഓർഡേഴ്സ് UK ഷിപ്പിംഗ് ഉണ്ടോ? ഇന്റർനാഷണൽ ഷിപ്പിംഗ് ഉടനെ തുടങ്ങുന്നതായിരിക്കും ഗൈസ്. ബ്രോ നിന്റെ ഒരു ഡെയിലി ലൈഫ് വീഡിയോ വേണം. എൻ്റെ ഡേ ഇൻ ദ ലൈഫ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോ? സത്യം പറഞ്ഞാൽ ഒരു നോർമൽ ഡേ, ഒരു തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ കൂട്ടിയോ. രാവിലെ എണീക്കും, ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ നേരത്തെ എണീക്കും, അല്ലെങ്കിൽ ഒരു 10 മണിയൊക്കെ ആവും എണീക്കാൻ. കുളിക്കും, ഫുഡ് കഴിക്കും, അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കും. എഡിറ്റിംഗ് തുടങ്ങും. എഡിറ്റിംഗ് ഒരു 10-11 മണിക്ക് ഇരുന്നാൽ എഡിറ്റിംഗ് തീരുന്നത് ഒരു 4 മണി. 4 മണിക്ക് കഴിഞ്ഞിട്ട് 4 മണിക്കായിരിക്കും ഞാൻ ഫുഡ് കഴിക്കല്, ഉച്ച ഭക്ഷണം. അത് കഴിച്ച് ഒരു 5 മണി 5:30 ഒക്കെ ആകുമ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോകും. ഫുട്ബോൾ കളിക്കാൻ പോയി വന്നിട്ട് ഒരു 8-8:30 9 മണിയാകുമ്പോൾ വരും. അത് കഴിഞ്ഞിട്ട് തംബ്നെയിൽ എഡിറ്റ് ചെയ്യും, ഏട്ടൻ്റെ 2 റീൽ എഡിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഗൈസ് ദാറ്റ്സ് ഇറ്റ്. അതാണ് എൻ്റെ ഒരു ദിവസം. ഇപ്പം വലിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ദിവസങ്ങളൊന്നും അല്ല. സൂൺ ഗൈസ്, നിങ്ങൾ ദുബായിലും വേറെ ഏതെല്ലാം നാട്ടിലെ വ്ളോഗുകൾ കാണും. ജസ്റ്റ് വെയിറ്റ്, ബി പേഷ്യൻറ്റ്. വിൽ യു കണ്ടിന്യൂ ഫുട്ബോൾ കരിയറാണ്? ഫുട്ബോൾ എനിക്ക് ഒരു ഫൺ ടൈം പാസിന് വേണ്ടിയിട്ട് ഞാൻ കളിച്ചതാണ്. എനിക്ക് മെയിനായിട്ട് ആ ഫുട്ബോളിന് ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് കോളേജിൽ പോയി കളിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഐ ഡോണ്ട് നോ, ഞാൻ എഡിറ്റിംഗ് ആണ് കുറച്ചും കൂടി പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഫേവറേറ്റ് സ്കിൻ കെയറാണ് ഗൈസ് ഞാൻ ഇപ്പം അങ്ങനെ വലുതായിട്ട് സ്കിൻ കെയർ ഒന്നും ചെയ്യില്ല. ക്ലെൻസർ ഉപയോഗിക്കലുണ്ട്, പിന്നെ മോയ്സ്ചറൈസർ ഉപയോഗിക്കലുണ്ട്. ഈ കുരുകൾ മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നിങ്ങൾ പറഞ്ഞോ, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. എന്തൊക്കെയോ ട്രൈ ചെയ്തു, പക്ഷെ ഇത് എന്തെല്ലോ കൂടി വന്നു. അപ്പം അത്രേ ഉള്ളൂ. ചെറിയൊരു Q&A ആയിരുന്നു, വലിയ ലെങ്ത് ഒന്നും ഉണ്ടായില്ല. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനത്തെ Q&As ഇനിയും കാണണമെങ്കിൽ പറഞ്ഞാൽ മതി, സെറ്റാക്കാം നമുക്ക്. ഓക്കെ, അപ്പം ഇനി നിങ്ങൾ ഏട്ടനെ പോയി കണ്ടിട്ടോ. പ്ലീസ്. ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. ടയേർഡായില്ലേ മച്ചാനെ? ടയേർഡാ മച്ചാനെ. 2 വട്ടം ഞാൻ സൺസ്ക്രീൻ ഇട്ട് 2 വട്ടം ഒരുങ്ങിപ്പോയി. സത്യം, ഞാൻ 2ാമത് ഇട്ടു. വേറെ വഴിയില്ല. ഞങ്ങൾക്ക് മറ്റേ ഫുൾ കവറില്ല തൊപ്പി വാങ്ങണമെന്നുണ്ട്. കണ്ണ് മാത്രം പുറത്ത് കാണിച്ചിട്ട് ഭയങ്കര ചൂട്. നിങ്ങൾ അതായത് കുറച്ച് നിൽക്കുമ്പോ തന്നെ പൊള്ളും. എന്നിട്ടിങ്ങനെ മാറിക്കണം. നമ്മളെ ബോസ് വെളുത്തതാ. അവനില്ല ഈ ഭാഗമില്ല ചോന്ന് വരും. നമ്മള് കരിക്കട്ടെ ചോന്നിട്ട് തക്കാളി പോലെയില്ല മനുഷ്യൻ. പക്ഷെ അവന്റെ ഓൻ പറയുന്നത് ഇടയ്ക്ക് മറ്റേ ഹീസ്ട്രോക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പിന്നെയും വെയിലത്തൊക്കെ ഫുൾ ടൈം 2 ദിവസം ഹോസ്പിറ്റലായി. ഇതൊക്കെ എന്ത് സത്യം. അത് ഒരു പോയിന്റ് എത്തുമ്പോ നമുക്ക് ഇങ്ങനെ പ്രാന്താവും. നമ്മളപ്പോ ഉണ്ടായത് ഒരു മെക്സിക്കൻ. അവർക്ക് ഒരു കുഴപ്പമില്ല. അവര് എന്താ കിട്ടില്ല വർക്കേഴ്സ് അറിയാം. ഏറ്റവും ഹാർഡസ്റ്റ് വർക്കേഴ്സ് മെക്സിക്കൻ. സത്യം, നമ്മൾ കുറച്ചുകൂടി സ്മാർട്ട് വർക്കേഴ്സ് ആണ്. സത്യമായിട്ട് പറയാലോ, നമ്മൾ ഇന്ത്യൻസ് ഉണ്ടല്ലോ പൊതുവെ, നമ്മൾ കുറച്ചും കൂടി തല ഉപയോഗിച്ച് ഫിസിക്കലി എങ്ങനെ പണി കുറച്ച് പൈസ കൂടുതൽ ഉണ്ടാക്കാന്നുള്ളൊരു മൈൻഡാ. തെറ്റൊന്നുമില്ല അതിന്, അതിനൊരു തെറ്റുമില്ല. കിഡിലൻ നാരങ്ങ വെള്ളാക്കാൻ പറഞ്ഞു. ഞാൻ നേരത്തെ പിന്നെ ജോലിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മയോട് പറഞ്ഞ് നല്ല നാരങ്ങ വെള്ളം ഐസിട്ട് ഉപ്പെല്ലിട്ട് ആക്കി വെക്കുന്ന പറഞ്ഞിട്ടുണ്ട്. കുടിക്കട്ടെ പറ്റി. എൻ്റെ പൊന്നളിയാ അമ്മ. ആയാ നാരങ്ങ വെള്ളായാ? എൻ്റെ അമ്മോ, ചൂടെടുത്തിട്ടില്ലേ? കിട്ടിയില്ല സാധനം. മച്ചാനെ, സ്പെഷ്യൽ സാധനം. നല്ല തണുപ്പും. ഇതെന്താ ഇത്? പിടിച്ചോക്കെ. ഓ, ഞാൻ പോയി എടുക്കട്ടെ. എന്റെ അമ്മോ, ഇതേ നാളെ കിട്ടുമോ? നാളെ കിട്ടും. ഞാൻ ഫ്രീസാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹലോ,
Later that same evening. എൻ്റെ കുളിച്ച് ഫുഡും കൂടി കഴിച്ച് കുറച്ച് ഐസ്ക്രീമും കൂടി കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴേ കിട്ടുന്ന ഒരു സുഖം ഗൈസ് ഇത് വെറുതെ ഇരുന്നാൽ കിട്ടൂല. ലൈക്ക് ആക്ച്വലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഗ്രൈൻഡ് ചെയ്തിട്ട് ഒരു പിന്നെ മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാണ്ട് ഓരോ സംഭവം ചെയ്ത് പണിയെടുത്ത് അത് കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴുള്ള സുഖമില്ലേ, സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അതാണ് വേണ്ടത് നമുക്ക്. എടാ ഈ ഗോപ്ര കണ്ടേ വ്ളോഗ് ചെയ്യാൻ, എടാ ഇത് കുറച്ചുകൂടി ചെറുതാണല്ലോ, നമുക്ക് ഒരുമിച്ച് വ്ളോഗ് ചെയ്യാം. ശ്രീഹരിന്റെ വ്ളോഗ് നിങ്ങൾ റേറ്റ് ചെയ്യും എങ്ങനെയുണ്ട്? ഇപ്പൊ ആദ്യത്തെ കമ്പാരിറ്റീവ്ലി തുടങ്ങിയെടുത്തുനിന്ന് ഈ ഒരു ലെവൽ വരെ എത്ര ഇമ്പ്രൂവ് ആയി നിങ്ങൾ പറ. നാളെ ഒരു കിഡ്ലം വ്ളോഗ് വരുന്നുണ്ട്. നാളെ കിടം വ്ളോഗാണ്. കാർമീറ്റിന് പോകുന്നുണ്ട് ഞാൻ. കിഡ്ലം ലാംബോർഗിനി എല്ലാം ഉണ്ട്. മച്ചാനത് പോളിക്കും. ഇവൻ രാവിലെ പോകും. എന്നാൽ നാളെ നീ വ്ളോഗ് തുടങ്ങിക്കോ, നാളത്തെ വ്ളോഗ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈബ്സ് ഓണ. ഓക്കെ ഗൈസ്, പിന്നെ ഇത് നിങ്ങൾ മറക്ക, ഇവരെന്താ സ്വന്തം അന്യനാണെങ്കിലും നമ്മൾ വിശ്വസിക്കരുത്. അതാണ് അതിൽ നിന്ന് പാഠം പഠിച്ചത്. പുറകുന്ന് കുത്തും ആരാണെങ്കിലും. എന്റെ പൊന്നളിയാ, ഞാനിപ്പോ ഇവിടെ കൊല്ലട്ടോ ഞാൻ. ഇത് നിങ്ങൾ മറക്കരുത്. ഇത് നമ്മളെ ബ്രാൻഡാണ്, പുതിയൊരു ബ്രാൻഡാണ്. അപ്പോൾ നിങ്ങൾ കേൾക്കും പുതിയൊരു ബ്രാൻഡല്ലേ, നമുക്ക് എങ്ങനെ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റും? ശരിയാണ്, നല്ലൊരു ചോദ്യമാണ്. പക്ഷെ പുതിയ ബ്രാൻഡിനല്ലേ കൂടുതൽ പ്രൂവ് ചെയ്യാനുള്ളത്. പഴയ ബ്രാൻഡുകൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയ ബ്രാൻഡുകൾക്കൊന്നും പ്രൂവ് ചെയ്യാനില്ല. അപ്പോൾ അവർ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചിലപ്പം വിട്ടുകളയും. പക്ഷെ പുതിയ ബ്രാൻഡിനല്ലേ എല്ലാം പ്രൂവ് ചെയ്യാനുള്ളത്. കസ്റ്റമർ സർവീസ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, പാക്കിങ്, അതുപോലെ മെറ്റീരിയൽ ക്വാളിറ്റി എല്ലാം പ്രൂവ് ചെയ്യാനുള്ളത് പുതിയ ബ്രാൻഡിനല്ലേ. അപ്പം നമ്മളായിരിക്കൂലേ കൂടുതൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത് അല്ലേ. അപ്പം റിസൾട്ട് കൂടുതലും കിട്ടുന്നത് ചിലപ്പം പുതിയ ബ്രാൻഡിൽ നിന്നായിരിക്കൂലേ. ശ്രീഹരിൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഇന്നലെ പോയ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹാപ്പി അല്ലേ നിങ്ങൾ? അല്ലേ? എല്ലാ ദിവസവും പാരച്യൂട്ടൊന്നും എടുത്ത് ചാടാൻ പറ്റില്ലല്ലോ ഗൈസ്. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. 5:15 കേട്ടോ, 5:15. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. ശ്രീഹരി ഓൾമോസ്റ്റ് എല്ലാ എഡിറ്റിങ്ങും കഴിഞ്ഞു, തംബ്നെയിലും കാര്യങ്ങളൊക്കെ ആക്കി നാളത്തെ വീഡിയോ ഇടാനുള്ള സംഭവം റെഡിയാക്കി. അതായത് നിങ്ങൾ ഇന്നലെ കണ്ട വീഡിയോ. വേറെ പറയണ്ട ശ്രീഹരി? എന്ത് പറയാനാ? നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം, s.kuttans. ഡെയിലി വ്ളോഗ് നമ്മൾ മാക്സിമം തന്നെ പുഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നാളെ അവൻ കാർ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ. അപ്പൊ അതൊരു നല്ല വീഡിയോ ആയിരിക്കും. ചിലപ്പോൾ അപ്പൊ അതൊരു നല്ല വീഡിയോ ആയിരിക്കും. അപ്പൊ നാളെ അവൻ ഇൻട്രോ എല്ലാം എടുത്ത് നാളെ അവനായിരിക്കും വ്ളോഗ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഭാഗങ്ങൾ കാണിക്കാം. ഓക്കെ, വേറെ ഒന്നും പറയാനില്ല. ഈ വീഡിയോ എൻജോയ് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു. പറയുന്നോ ഓ. അപ്പൊ ഇതേപോലെ ഡെയിലി വീഡിയോസ് ആയിട്ട് നമ്മൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നതായിരിക്കും. നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അറിയിക്കാം. വേറെ എന്നൊക്കെ പറയാനൊക്കെ വർത്തമാനം പറയാൻ പറ്റത്തില്ല. ഒന്നോ കുറക്കണം കുറച്ചു നേരം. ഇതിൻ്റെ കാര്യം മറക്കണ്ട. വൈബ്സ് ഓൺ. ഓക്കെ, പ്ലീസ്.